ഹായ് മച്ചാന്മാരെ, എല്ലാവർക്കും KL43 ടെക് ട്രാവലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ റൗണ്ട് കുപ്പികൾ കറക്റ്റ് റൗണ്ട് ആയിട്ട് ഇങ്ങനെ കട്ടിയെടുക്കാൻ പറ്റിയ മെഷീൻ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടാ. ഇത് കുറെ പേർക്ക് അറിയാവുന്നതാണ്, അപ്പോൾ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. വാ. മച്ചാന്മാരെ, നമ്മുടെ ടൂൾ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമായിട്ട് ഞാൻ ഒരു മരത്തിന്റെ പലക എടുത്തിട്ടുണ്ട് കേട്ടാ. അതിൽ നമുക്ക് ഒരടി നീളവും 5 ഇഞ്ച് വീതിയും നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാട്ടാ. ഇനി മാർക്ക് ചെയ്ത് നമുക്ക് സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് ലൈൻ വരച്ചു കൊടുക്കാമേ. ഇനി കട്ടർ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് മാർക്ക് ചെയ്ത ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാട്ടാ. അപ്പോൾ മെഷീൻ ഉപയോഗിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് വേണം കേട്ടോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലത്തെ മെഷീനും കുട്ടികളൊന്നും എടുത്ത് കളിക്കരുത്. അതേ ഇവിടെ നമ്മുടെ 2 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി നമ്മുടെ ബാക്കി വന്ന പലകയിൽ നിന്ന് നമുക്ക് 5 ഇഞ്ച് പൊക്കവും 9 ഇഞ്ച് നീളത്തിനും നമുക്കൊരു കഷ്ണം മുറിച്ചെടുക്കാട്ടാ. അപ്പോൾ നമ്മുടെ 3 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി സാൻഡർ മെഷീൻ വെച്ച് നൈസായിട്ടൊന്ന് പോളിഷ് ചെയ്തെടുക്കാമേ. അപ്പോൾ നമ്മുടെ ചെറിയ പീസ് ഒരു ഹാൻഡിലിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുവരെ ഹാൻഡിൽ പിടിക്കാനുള്ള ടൈപ്പിൽ ചെറുതായിട്ടൊന്ന് സാൻഡർ മെഷീൻ തന്നെ കട്ട് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ടേ. നമ്മുടെ 3 പീസും സാൻഡർ പിടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കട്ട് ചെയ്ത പീസ് നമുക്ക് ഇതുപോലെ ഇതിൻ്റെ അകത്ത് നമുക്ക് വെച്ച് സെറ്റ് ചെയ്യണം കേട്ടോ. നമുക്കിതിൽ 3 ഹോൾ ഇട്ടിട്ട് ഡ്രൈവാൾ സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാമേ. സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ലെവൽ തെറ്റാണ്ട് തന്നെ വെച്ച് സ്ക്രൂ ചെയ്യണം കേട്ടോ. നമുക്കിനി സ്ക്രൂ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഡ്രൈവാൾ വെക്കുമ്പോഴത്തേക്ക് നല്ല ടൈറ്റായിട്ട് ഇരുന്നേക്കുമേ. ഇനി നമ്മുടെ ടൂളിൻ്റെ ഗ്ലാമർ ഇച്ചിരി ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വുഡ് പോളിഷ് എടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് വുഡ് പോളിഷ് ചെയ്ത് കൊടുക്കാം. ഇത് പോളിഷ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാനിത് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് പോളിഷ് ചെയ്യണത്. ഇനി ഞാൻ ഇവിടെ ഒരു 3/4 ഇഞ്ചിൻ്റെ CPVC പൈപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. CPVC ഇല്ലെങ്കിലും PVC പൈപ്പായാലും കുഴപ്പമില്ല കേട്ടോ. റൗണ്ട് ആയിട്ടുള്ള ഏത് പൈപ്പ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാമേ. ഇത് നമുക്ക് താഴത്തെ പലകയുടെ ഏകദേശം നീളത്തിന് നിന്ന് 2 പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരേപോലത്തെ 2 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണമേ. അപ്പം നമ്മൾ ഇവിടെ ഒരേപോലത്തെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഇവിടെ ഇതുപോലെ വെച്ചൊന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡ്രില്ലിംഗ് മെഷീൻ വെച്ച് ഹോൾ സെറ്റ് ചെയ്യാം കേട്ടോ. പൈപ്പിൻ്റെ 2 വശങ്ങളായിട്ട് ഓരോ ഹോൾ വെച്ച് നമുക്ക് ഇടണം കേട്ടോ. ഇവിടെ നമുക്ക് 2 പൈപ്പിന് ഹോൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ഹോളും നമുക്ക് സ്ക്രൂ ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്കൊന്ന് വലുതാക്കി കൊടുക്കാം കേട്ടോ. സ്ക്രൂ അതിൽ കയറണം. ഇതുപോലെ കയറുന്ന ഭാഗത്തിൽ നമുക്കൊരു ഹോൾ നമുക്കൊന്ന് വലുതാക്കി കൊടുക്കണമേ. അതിലൂടെ നമുക്ക് 3/4 ഇഞ്ച് ഡ്രൈവാൾ സ്ക്രൂ ചെയ്ത് നമുക്ക് അതിൻ്റെ അത് സെറ്റാക്കി നിർത്താം കേട്ടോ. അപ്പോൾ നമ്മുടെ പൈപ്പ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ലെവലൊന്ന് കറക്റ്റ് ആണെന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ലെവൽ കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് കുപ്പി ഇതിൻ്റെ മുകളിലാണ് വെക്കുന്നത്. അത് മര്യാദയ്ക്ക് ഇരിക്കില്ല. പിന്നെ സൈഡിലിട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു മൾട്ടിവുഡിൻ്റെ പീസ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ മൾട്ടിവുഡിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സൈഡിലേക്ക് വെച്ച് ഒന്ന് സ്ക്രൂ ചെയ്യാമേ. സ്ക്രൂ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഇതിനകത്ത് ചെയ്യാനുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഏകദേശം ഒരു സെൻറ്റർ കൊണ്ട് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇനി മാർക്ക് ചെയ്ത ഭാഗത്ത് ഡ്രില്ല് വെച്ച് ഞാനൊരു ഹോൾ ചെയ്യണേ. ഇനി നമുക്ക് വേണ്ട ഇതേവരെ നീളമുള്ളൊരു നെട്ടും ബോൾട്ടും കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഒരു ബോൾട്ടും 2-3 നെറ്റ്സും കൂടി ആവശ്യമുണ്ട് കേട്ടോ. നമുക്കിത് ഈ മൾട്ടിവുഡിലൊന്ന് സെറ്റ് ചെയ്തിട്ട് ആ നെറ്റിൻ്റെ രീതിക്കൊന്ന് വരച്ചെടുക്കാമേ. ആ ഒരു മാർക്കിൽ നമുക്കൊന്ന് ബ്ലേഡ് വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഒരു ഫ്ലെക്സ് കിക്ക് ഉപയോഗിച്ച് നമുക്ക് ഈ നെറ്റ് ഇവിടെ സെറ്റ് ചെയ്ത് കളയാം കേട്ടോ. ഇനി കട്ട് ചെയ്യേണ്ട ബാലൻസ് ഉള്ള ഒരു മൾട്ടിവുഡിൻ്റെ പീസിൽ നമുക്ക് ഒരു റൗണ്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് ഞാനൊരു റൗണ്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്കൊരു ഹോളും കൂടി ഇട്ട് കൊടുക്കാമേ. ആ ഹോളിലേക്ക് നമുക്കൊരു നെറ്റ് സെറ്റ് ചെയ്ത് നമുക്കത് ഡ്രില്ലേ പൂട്ടാം. എന്നിട്ട് ഇത് വാട്ടർ പേപ്പർ ഉപയോഗിച്ച് ഒന്ന് കറക്റ്റ് റൗണ്ടാക്കി എടുക്കാമേ. അപ്പോൾ നമ്മുടെ ഹോളിൻ്റെ സെൻറ്ററിലേക്ക് നമ്മുടെ ബോൾട്ട് ഇറങ്ങി കിടക്കാനുള്ളൊരു സ്ലോട്ട് ഞാൻ ബ്ലേഡും വെച്ച് ചെത്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നൈസായിട്ട് ഒതുങ്ങിയിരുന്നേക്കും കണ്ട. നമുക്കിനി ഒരു വാഷറും അതിൻ്റെ കൂടെ നെറ്റ് വിട്ട് ഇതങ്ങൾ കൂട്ടി ടൈറ്റ് ചെയ്ത് കളയാട്ടാ. അപ്പോൾ നമ്മൾ ചെയ്തെടുത്ത 2 മൾട്ടിവുഡിൻ്റെ പീസ് നമ്മൾ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് സൈഡിലെ പീസ് സ്ക്രൂ ചെയ്ത് വെക്കാട്ടാ. നമ്മൾ നേരത്തെ ചെയ്ത റൗണ്ട് ബോൾട്ട് നമുക്ക് ഈ നെറ്റിലേക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ഇത് കുപ്പിയുടെ ലെവല് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത്
ഇനി ഒരു വിങ്നട്ട് കിട്ടിയോണ്ട് ഇതിലേക്ക് അതും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കണേ. ഇനി നമ്മുടെ ഹാൻഡിലിന്റെ ഏകദേശം ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഹോൾ ചെയ്ത് കൊടുക്കാട്ടാ. ഇത് നമുക്ക് അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രൂ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹോൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ഹോളിലേക്ക് ഒരു ഡ്രൈവാൾ സ്ക്രൂ സെറ്റ് ചെയ്ത് കൊടുക്കാട്ടാ. എന്നിട്ട് ഏകദേശം ഇതിന്റെ ടോപ്പ് ഭാഗത്ത് ഈ ഭാഗത്തായിട്ട് നമുക്കതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാമേ. ഇനി വേണ്ടത് ഇതുപോലെ ഒരു ഗ്ലാസ് കട്ടർ. ഞാൻ ഇതുപോലൊരു ഹോള് ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുൻവശത്തെയും സ്റ്റീലിൻ്റെ ഭാഗം മാത്രം നമുക്ക് അഴിച്ചിട്ട് നമുക്ക് ആ ഹാൻഡിൽ മേൽ ഫിക്സ് ചെയ്ത് കൊടുക്കാമേ. ഹാൻഡിലേക്ക് ഫിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു കുപ്പി വെറുതെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ കട്ടറിൻ്റെ കല്ല് കുപ്പിയിലേക്ക് കൊണ്ട് നിൽക്കണ ഏരിയ വെച്ചിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ കുപ്പി ജസ്റ്റ് വെച്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ മെഷീൻ സെറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഇതിൽ ലെവൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുപ്പി എന്തോരം വെക്കണം എന്ന് വെച്ചാൽ കട്ട് ചെയ്തെന്ന് വെച്ചാൽ അത്രയും ലെവൽ നമുക്ക് ഇത് തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ കുപ്പി ആവശ്യത്തിൻ്റെ ലെവലിൽ സെറ്റ് ചെയ്ത ശേഷം നമുക്ക് ഈ വിങ്ങിനട്ട് വെച്ച് ടൈറ്റ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ടൈറ്റ് ആയിട്ട് ഇരുന്നേക്കണേ. അപ്പോൾ ഇനി നമുക്കൊരു കുപ്പി കട്ട് ചെയ്ത് നോക്കിയാലോ. ഒന്ന് പയ്യെന്ന് വെച്ച് കട്ട് ചെയ്ത് നോക്കാം. ഇതുപോലെ വെച്ച് സെറ്റ് ചെയ്ത് നമുക്ക് പയ്യെ കുപ്പി തിരിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഒരു മാർക്കിങ് വരുന്നുണ്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ കുപ്പി കട്ട് ചെയ്യണം. എനിക്ക് ഇത് കട്ടർ മെഷീൻ ഉപയോഗിച്ച് വലിയ പരിചയമൊന്നുമില്ല. നമുക്കൊന്ന് നോക്കാം. നമ്മുടെ കട്ടറിന് കട്ട് ചെയ്ത ഭാഗം നമുക്കൊന്ന് ഹീറ്റാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ബ്ലോ ലാമ്പ് എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ജസ്റ്റ് തിരി എന്തെങ്കിലും കത്തിച്ച് വെച്ചിട്ട് ചൂടാക്കിയാലും മതി കേട്ടോ. ഹീറ്റ് കിട്ടിയാൽ മതി. നമുക്കൊന്ന് ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കി നോക്കാമേ. മച്ചാന്മാരെ നമ്മുടെ ആദ്യത്തെ ശ്രമം ഒന്ന് പാളിപ്പോട്ടോ. കുപ്പി നൈസായിട്ട് പൊട്ടിപ്പോയായിരുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യത്തിലും എല്ലാം ആദ്യം തന്നെ ശരിയാവണമെന്നില്ല. നമുക്ക് ഇനി പിന്നെ ശരിയാണോ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത കുപ്പി ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. മച്ചാന്മാരെ നമുക്ക് ഒരു ബിയർ കുപ്പി കിട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാമേ. ആദ്യത്തെ ശ്രമം പാളിയെങ്കിലും നമുക്ക് പിന്നീടുള്ളത് അത് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയേട്ടാ. മച്ചാന്മാരെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.